രതീഷ്, വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. PK ഫിറോസ് കൂടിയുണ്ട്, നേരത്തെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. എന്തായാലും ഈ ഒരു വാക്ക് പാലിക്കുന്ന ഒരു മുഹൂർത്തം. തീർച്ചയായിട്ടും ഒരു വാക്ക് കൊടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ തെരഞ്ഞെടുപ്പുകൾക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും പിന്നീട് അവരെ കാണാറില്ല എന്നും ഒരു പൊതുവായൊരു വിശ്വാസമുണ്ട്. ആ പൊതുധാരണ തിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഈ സന്തോഷം, ഇതുപോലുള്ളൊരു സന്തോഷം നമ്മളൊക്കെ ഒരുപാട് ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ലഭിച്ചതിനേക്കാൾ വലിയ സന്തോഷമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരവരുടെ വീടുകളിൽ താമസിക്കുന്ന ഒരു ചടങ്ങ്. ഇതാണ് റിയൽ കേരളം എന്ന് പറയുന്നതിലുള്ള സന്തോഷം. കൂത്തുപറമ്പിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും വയനാടുകാരിയുമായിട്ടുള്ള ജയന്തി രാജനുണ്ട്. സന്തോഷമാണ് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ. എന്താ പറയുക, ഒരു യഥാർത്ഥ മനുഷ്യനാവാൻ പഠിപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. ആ മനുഷ്യസ്നേഹിയായ മനുഷ്യനിലേക്കുള്ള യാത്രയിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. ഞാനും ഈ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ കൂടിയപ്പോൾ കിട്ടിയ ഒരു സന്തോഷത്തെക്കാളേറെ ആ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹൃദയത്തിൽ എന്തോ ഒരു പുളകം അത് ഉണ്ടായി എന്നുള്ളതാണ്.